ലഹരി വിരുദ്ധ ദിനാചരണം കോട്ടപ്പുറം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടപ്പുറം സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കോട്ടപ്പുറം ടൗണിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈമുകൾ, മറ്റു സന്ദേശപ്രദമായ പരിപാടികൾ എന്നിവയിലൂടെ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് സന്ദേശം നൽകി. I will never use drugs, tobacco or alcohol. I will make healthy choices, respect my body and mind, and encourage my friends to live a drug-free life. Together, we will build a safe, healthy and happy society. This is my promise. They can destroy lives and make people sick. We should always stay away from drugs and choose healthy habits instead. Let us say no to drugs and yes to a happy and a healthy life. കുട്ടികളിലാണ്. എന്നാൽ രാജ്യത്തിന്റെ ഭാവി തകർക്കും വിധം കുട്ടികളിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. കുടുംബ വഴക്ക്, കൂട്ടുകെട്ട്, പഠനത്തോടുള്ള പേടി എന്നിവയ്ക്കായിരിക്കാം ഒരുപക്ഷെ ഇവരെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. നാം ആഗ്രഹിച്ച വിജയം നമുക്ക് കിട്ടണമെന്നില്ല. ഈ സന്ദർഭങ്ങളിലാണ് ലഹരി ഒരു വില്ലനായി മാറുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ കുറിച്ചാണ്. എന്നാൽ ഈ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിപാടിയിൽ പ്രധാനാധ്യാപിക സിന്ധു, ചെർപ്പളശ്ശേരി റേഞ്ച് എക്സൈസ് ഓഫീസർ ജാക്സൺ, കോട്ടപ്പുറം ഹെൽത്ത് സെന്റർ ഹെഡ് നഴ്സ് സരിത, ബ്ലോക്ക് മെമ്പർ അശോകൻ, മാനേജർ പാറക്കോട്ടിൽ വിജയൻ, PTA പ്രസിഡന്റ് രാജേഷ്, വൈസ് പ്രസിഡന്റ് പ്രീത റാണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് നാട്ടുകാരുടെ മികച്ച പിന്തുണയും അഭിനന്ദനവും ലഭിച്ചു. യുവതലമുറ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിയ ഈ പരിപാടി സമൂഹത്തിന് ഒരു നല്ല സന്ദേശമായി മാറി.